സാധാരണ ഇങ്ങനെ എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ നാളെ ഉണ്ടാക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ ഞാൻ കിടക്കുന്നതിന് മുന്നേ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി വന്ന് ഫോണൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് കേക്കിൻ്റെ ഓർഡർ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. വാട്സപ്പിലാണ് നമുക്ക് ഓർഡറൊക്കെ വരാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ അപ്പോൾ കുറച്ചുകൂടി നേരത്തെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ പണികളൊക്കെ വേഗം തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എഴുന്നേറ്റ് വേഗം കിച്ചണിലേക്ക് വന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കി. അപ്പോൾ കടലൊക്കെ വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ പുട്ടും കടല തന്നെ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് വേഗം അത് ചെയ്യുന്നത്. തിരക്ക് പിടിച്ചിട്ടായിരുന്നു കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വേഗം ചെയ്തിട്ട് വേണം പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള ഐറ്റംസും ഉണ്ടാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേക്ക്. ബാറ്ററൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാറ്ററൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് പണികളും കഴിഞ്ഞ് മോള് സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വേണം കേക്കിൻ്റെ പണിക്ക് നിൽക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് സവാളൊക്കെ വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാള, തക്കാളി, ഇത്രയും, അതായത് നമ്മൾ എടുക്കുന്ന കടലയ്ക്ക് അനുസരിച്ച് നമ്മൾ സവാളൊക്കെ എടുക്കുന്നത് കേട്ടോ. ഞാനതിപ്പോൾ ചെറിയ സവാളയും തക്കാളിയൊക്കെ ആയതുകൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ അത് ചെറിയൊരു റോസ്റ്റ് പോലെയാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. വല്ലാണ്ട് ചാറും അല്ല വല്ലാണ്ട് കുറുക്കും അല്ലാത്ത രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ മസാലപ്പൊടി ഐറ്റംസ് എല്ലാം കുക്കറിൽ ഇട്ടിട്ട് ഒന്നിച്ചിട്ട് വിസിലടിച്ചിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് കടലക്കറി ഉണ്ടാക്കാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് വറുത്തരച്ചൊക്കെ വെക്കാം. വറുത്തരച്ച് തേങ്ങാപ്പാല ഒഴിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്നിച്ച് കുക്കറിലിട്ടിട്ട് പൊടി ഐറ്റംസ് മസാലപ്പൊടികളൊക്കെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഒരു 4 വിസിൽ സിമ്മിലിട്ടിട്ട് 4 വിസിൽ അടിച്ചെടുക്കേണ്ട ചെയ്യണത്. കടലപ്പം നന്നായിട്ട് കഴുകിയിട്ടാണ് തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം അതേ വെള്ളത്തിൽ നിന്ന് തന്നെ വാരിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് വാരിയെടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ സവാള തക്കാളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് തന്നെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2-2.25 ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുളക് പൊടിക്ക് നല്ല കളറും എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള എരിവ് അതിലേക്ക് കിട്ടിക്കോളും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 2 ഗ്ലാസ് വെള്ളം, അതായത് കടല മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം, ഓവറാവരുത്, അത്രയും പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിൽ വേണം കടലക്കറി വേവിക്കാനായിട്ട്. കടല നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് സിമ്മിലിടുമ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വറ്റി അടി പിടിക്കരുത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് എനിക്ക് പാകമായിരുന്നു കേട്ടോ. കടല കറക്റ്റ് പാകത്തിന്, ആ ഒരു സവാള അതൊക്കെ കറക്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ മൂടിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ അതിന് ശേഷം പിന്നെ അതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൈയോടെ കഴുകി വെക്കാൻ കേട്ടോ. നമ്മൾ ഒന്നിച്ച് കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ ഒരുപാടാവും ബേസിനിൽ. അപ്പോൾ അത് നമുക്ക് ഓവർലോഡ് പോലെ ആയിരിക്കും തോന്നാം. പിന്നെ അതുപോലെ തന്നെയല്ല, നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ആകെ വൃത്തിയിടാം പാത്രങ്ങളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ എപ്പോഴും നമ്മൾ ജോലി ചെയ്യും കൈയോടെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായിരിക്കും കിച്ചണിൽ. അത്രയും ഒരു വൃത്തി ഉള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലൊരു ഹാപ്പി മൂഡിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ടെൻഷനോ ഹറിബറി എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം അതാണ്. കൗണ്ടർ ടോപ്പിൽ വെള്ളം നനഞ്ഞിങ്ങനെ കിടക്കുക, ബേസിൽ കുറേ പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുക, വൃത്തികേടായിട്ട് കിടക്കുക, കച്ചറൊക്കെ ആയിട്ട് കിടക്കാമെന്ന് കാണുമ്പോഴൊക്കെ ഒട്ടും എനിക്ക് അടുക്കളയിൽ കയറാൻ തന്നെ തോന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ തീരെ ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ എപ്പോഴും ഇങ്ങനെ തുടച്ച് ഇങ്ങനെ നിൽക്കും. ഒട്ടും വെള്ളമാവാത്ത വിധത്തിൽ. വെള്ളം കഴിഞ്ഞാൽ എന്തോ ഒരു ഇഷ്ടമില്ലായ്കയാണ് അവിടെ നിൽക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളും ഇങ്ങനെ കുറേ ആക്കിയിടാറില്ല. കൈയോടെ തന്നെ കഴുകി വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത്രയും തിരക്ക് നമുക്ക് നിന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ കൂടുള്ളൂ. ഒരുപാട് വലിയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ അത് കൈയോടെ തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ ഞാനിനി പുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ടായി. വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഇങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, നമുക്കൊരു കൈപ്പിടിയാണ് എല്ലാം അളവ്. ഇത്ര ഇത്ര എത്ര വെള്ളത്തിന് ഇത്ര പൊടി അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. നമ്മത് ഉണ്ടാക്കി ശീലം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തോരം വെള്ളം വേണ്ടി വരും, അതിലേക്ക് എത്ര പൊടി വേണ്ടി വരും. ചിലപ്പോൾ വെള്ളം കൂടിയും അല്ലെങ്കിൽ പൊടി കുറയും, പൊടി കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് എടുക്കും. ഇതിപ്പോൾ ഞാൻ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കട്ടകളുണ്ടല്ലോ, അപ്പോൾ കൈ കൊണ്ട് തന്നെ ഉടയ്ക്കാതെ ഞാനതൊന്ന് തണുക്കുമ്പോൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ട ചെയ്യണത്. അപ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല പൊടി നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പൊടി നന്നായിട്ട് സ്മൂത്ത് ആവുകയും ചെയ്യും. പക്ഷെ പാകത്തിന് വെള്ളം എടുക്കണം, പാകത്തിന് പൊടിയും എടുക്കണം കേട്ടോ. രണ്ടിൽ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നനവ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഗ്രൈൻഡറിൽ പൊടിച്ചാലൊന്നും പൊടി ആയി കിട്ടൂല. അതിങ്ങനെ അപ്പം പോലെയായിട്ടേ വരുള്ളൂ, ഒരു മാവ് കുഴച്ച പരുവത്തിലായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് പാകത്തിന് വെള്ളവും പൊടിയൊക്കെ എടുക്കണം. കണക്ക് എനിക്കത് പറയാനായിട്ട് അറിയില്ല, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ഓരോ അളവിലായിരിക്കും. പിന്നെ നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവില്ല, അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യണത്. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ തലേ ദിവസം തന്നെ ചിരകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തേങ്ങ നമ്മൾ പൊടിച്ച് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ചിരകി വെക്കും. അപ്പുള്ള ആവശ്യത്തിന് കുറച്ച് ചിരകി ബാക്കി ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനെയല്ല ഞാൻ ചെയ്യാറുള്ളത്. മുഴുവനായിട്ട് ചിരകി വെക്കും. അത് നമുക്ക് കൂടുതൽ എളുപ്പമാണ് കേട്ടോ. കിച്ചണിൽ പണിയെടുക്കുന്നതാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കൊക്കെ വളരെ എളുപ്പമാണ്. ഇതേപോലെ ഒന്നിച്ച് ചിരകി ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുത്ത് അതൊന്ന് പുറത്തേക്ക് വെച്ചാൽ മതി. ഒന്ന് തണുപ്പ് വിടുമ്പോൾ ആ കട്ടൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ എല്ലാം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ലേ. പിന്നെ ചിരകാൻ നിന്ന് തേങ്ങ പൊതിക്കാൻ നിന്ന് വെട്ടി ചിരകി അങ്ങനെ കുറേ സമയം വേസ്റ്റ് ചെയ്യുന്നതിന് നല്ലത് നമ്മൾ ഒന്നിച്ച് ഒരു തേങ്ങ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ചിരകിയിട്ട് ചിരട്ട മാറ്റിയിട്ട് ഫുള്ള് ചിരകിയാണ് വെക്കുക. ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഫ്രീസറിലൊക്കെ വയ്ക്കുമ്പോൾ കുറേ ദിവസമൊക്കെ ഇരുന്നോളും, കേടാവാതെ തന്നെ. ഇതേപോലെ നമ്മൾ കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് എടുത്ത് പിന്നെ കറിക്ക് വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം, അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാമല്ലോ. നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമയം ലാഭിക്കാം. പ്രത്യേകിച്ച് നമുക്ക് മറ്റു കിച്ചണിലെ പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്, നല്ല എളുപ്പമാണ് കേട്ടോ. കാരണം എനിക്കിതിപ്പോൾ നല്ല ഒരു ഉപകാരപ്രദമാണ്. അതായത് ഇതിപ്പോൾ ചെയ്ത് നമുക്ക് എത്രയും സമയം ലാഭിച്ചു. ഇപ്പം നമ്മുടെ പുട്ടും കടലയൊക്കെ അടുപ്പത്താണ് വേവായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പം ലഞ്ചിന് ഞാൻ മോര് കറിയും വെണ്ടക്കായ ഉപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ ഞാൻ ഇതേപോലെ തന്നെ സിപ്ലോക്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വെജിറ്റബിൾസ് മേടിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ക്ലീൻ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് വെള്ളം കളഞ്ഞ് വാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷമാണ് സിപ്ലോക്കിലേക്ക് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പാകം ചെയ്യാൻ നേരത്താണ് വെജിറ്റബിൾസ് പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ അത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് അപ്പോഴും നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ. നമുക്കപ്പോൾ അതൊക്കെ സമയം ലാഭിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്ക് ഒരുപാട് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ. നമുക്ക് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് സമയം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ അടുക്കളയിൽ തന്നെ നിന്ന് ചോറും കറിയും വെച്ച് അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം അടുക്കളയിൽ നിന്ന് വേണ്ട സമയത്ത് നമ്മൾ പെട്ടെന്ന് പണികളൊക്കെ ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാനതിപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്കായ ഉപ്പേരി വെക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടിച്ച് സവാളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അതിലേക്ക് സവാളയ്ക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം വെണ്ടക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് വെണ്ടക്കായയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ വെണ്ടക്കായ ഉപ്പേരി വയ്ക്കാനായിട്ട് കേട്ടോ. സിമ്പിളാണ്, ഭയങ്കര ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല വെണ്ടക്കായൊന്നും. വെണ്ടക്കായൊക്കെ പെട്ടെന്ന് വെന്ത് പോണ സാധനമാണ്. ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ പശപ്പൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു നൂല് പോലൊക്കെ വരില്ല. അങ്ങനെ അത് ഒഴിവാക്കാനായിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു വേവ് വരുമ്പോൾ അടച്ചു വെച്ചിരിക്കുന്ന മൂടി തുറന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം അതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുട്ടിൻ്റെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ആവിയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ
കുറ്റി ഇറക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കുന്നത് ഉച്ചക്കൽക്കുള്ളത്. അപ്പോൾ പുട്ടും കടലയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കടല കണ്ടില്ലേ, ഒരുപാട് ചാറും അല്ല എന്നാൽ ഒരുപാട് ഡ്രൈയും അല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു കുഴമ്പൻ പരുവത്തിൽ നല്ലൊരു റോസ്റ്റ് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന പൊടി ഐറ്റംസിൻ്റെ ഒക്കെ അളവ് പാകത്തിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കടല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് മോരുകറിയാണ്. അപ്പോൾ മോരുകറിക്കായിട്ട് ഞാൻ കുമ്പളങ്ങയാണ് കഷ്ണം എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിലേക്കുള്ള അരപ്പണം. കഷ്ണം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊഴിച്ച് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് തിളച്ച് ഒന്ന് തിള വരുമ്പോഴാണ് തൈര് അടിച്ചിങ്ങോട്ട് ഒഴിക്കണത് കേട്ടോ. അപ്പോൾ തിളച്ചൊന്ന് വരണം, അല്ലെങ്കിൽ തേങ്ങ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തൈരൊന്ന് അടിച്ചെടുക്കാം. പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെ തൈരിൽ വ്യത്യാസം ഉണ്ടാകും പുളി. നമ്മളിതിപ്പോൾ ഹോം മെയ്ഡായിട്ട് ഇവിടെ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അപ്പോൾ എൻ്റെ തൈരിന് ഇച്ചിരി പുളി കൂടുതലുണ്ടായി. അപ്പോൾ ഞാൻ ഒരുപാട് തൈര് എടുത്തിട്ടില്ല, കുറച്ചേ തൈര് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പുളി അനുസരിച്ചാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. പുളി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാത്രം തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. ഒട്ടും പുളി കുറവാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളി കൂടാനായിട്ട് തൈര് നമ്മൾ പുറത്തേക്ക് തലേ ദിവസം രാത്രി വൈകിട്ടൊക്കെ ആയിട്ട് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ തൈര് ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളിച്ചോളും തൈര്. അപ്പോൾ നമ്മൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളക്കാനായിട്ട് വെക്കരുത്, പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കടുക് താളിച്ചിട്ട് കറി ഇറക്കി വയ്ക്കുക. അപ്പോൾ തൈര് കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഉച്ചക്കൽക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ച് അരി ഇടാനുണ്ട്, ചോറിനുള്ള കലം വയ്ക്കാനുണ്ട്. അതിപ്പോൾ ചോറ് വെന്ത് വരണ സമയം നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മറ്റു പണിക്കൊക്കെ ആയിട്ട് നീങ്ങാം. ചോറൊക്കെ വെക്കുന്നത് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ച് ഇതിലേക്ക് കഞ്ഞിങ്കല ഇറക്കി വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അരി ഇട്ടിട്ട് അപ്പോഴേക്കും മോൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളെ കുളിപ്പിക്കാനും അവൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. മോൾക്കും ഇക്കാക്കും പോകാനുള്ള സമയം, രണ്ടാളും ഒന്നിച്ചാണ് പോക്കുള്ളത്. അപ്പോൾ അവളെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്ന് പിന്നെ നമ്മുടെ കേക്കിൻ്റെ പണിക്കൊക്കെ ആയിട്ട് നിന്നു. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മുടെ കേക്ക് ഫ്ലേവർ കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറമേക്ക് ചെറിയൊരു തീമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിക്ക് ഒരു മോഡൽ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ നമ്മളിങ്ങനെ വെക്കുന്നതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഇതിവിടെ കിടന്ന് ബീറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നീങ്ങാം. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിലാണ് ചോറ് ഊറ്റാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ബേക്കിംഗ് പാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓവനിൽ ഞാൻ 40 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കണ സമയം. പിന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ ടൈമിൽ ചോറ് ഊറ്റലും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറും കൂടി ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പിന്നെ നമുക്ക് കേക്കിൻ്റെ പണിക്ക് തന്നെ നിൽക്കാം. നമ്മൾ ഒരു പണിക്ക് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോഴും നമുക്കിങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേക്ക് അന്ന് വൈകിട്ട് ഒരു 7 മണിക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 9:30 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേക്കുമ്മൽ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചൂടാറിയതിന് ശേഷം ലെയറൊക്കെ കട്ട് ചെയ്ത് അതിന് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഫില്ലിങ്ങിന് വെച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ഫ്ലവർ ഡെക്കറേഷനും പിന്നെ ഉള്ളിലൊരു ഫോട്ടോ പ്രിൻ്റുമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ.
മോള് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തും. അപ്പോൾ അവളെ കൊണ്ടാക്കാനായിട്ട് ഇക്കയും കൂടെ ഉണ്ടാവും. രാവിലെ അവളെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടാക്കി തരുന്നതും ഇക്ക തന്നെയാണ് കേട്ടോ. ആ ഡ്യൂട്ടി ഇക്കാക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാളും ഉണ്ടാവും ഈവനിങ്ങിൽ വീട്ടിലേക്ക്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട്, അവർക്ക് ചായക്ക് കഴിക്കാനായിട്ട് ഇതേപോലെ പഴം വാട്ടിയതാണ് കൊടുക്കുന്നത്. പഴം വാട്ടിയതും ചോക്കോ ഫ്ലേക്സും ആണ് കേട്ടോ. ചോക്കോ ഫ്ലേക്സ് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലിലിട്ട് കുടിക്കാനൊക്കെ. പഴം വാട്ടിയതിനോട് വലിയ താല്പര്യമില്ല, എന്നാലും നിർബന്ധിച്ച് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് തീറ്റിച്ചെടുക്കും. അപ്പം ഞാൻ ഇതിപ്പോൾ വേഗം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അവൾക്കപ്പോൾ പഴം നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടണുണ്ടോ 2 സൈഡും. വെറുതെ ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുമ്പോൾ കാണാനും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിന്നൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുത്താലും കഴിക്കണതൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. കഴിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ്. കഴിക്കാനൊക്കെ ഇച്ചിരി പുറകിലാണ്, മടിയുള്ളൊരു കൂട്ടത്തിലാണ്. പക്ഷെ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് നേന്ത്രപ്പഴം വാട്ടി കൊടുക്കണതൊക്കെ കേട്ടോ. നെയ്യിൽ വാട്ടി കൊടുത്തു കഴിഞ്ഞാലൊക്കെ കുറച്ചുകൂടി നല്ല ഹെൽത്തിയാണ് അത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ തൊലി ഒഴിച്ച് കൊടുത്താലും മതി. എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതെങ്ങനെയൊക്കെ കഴിപ്പിച്ചെടുക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ പഴം വാട്ടിയതും ചോക്കോസും പാലും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കും മോൾക്കും കൂടിയിട്ടാണ് റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈവനിങ് ചായ കുടിച്ചതിന് ശേഷം അപ്പോഴേക്കും മഗ്‌രിബ് ആവും. അപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് കേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.